മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കുകയാണ്. അദ്ദേഹം സന്ദർശിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ എറണാകുളത്തിന് പോയി, പാർട്ടിക്ക് പോയി, പിന്നെ എന്താണ് കട ഉദ്ഘാടനത്തിന് പോയെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വി ഡി സതീശൻ ഇന്ന് ഉച്ചയോടുകൂടി പത്തനംതിട്ട ജില്ലയിലെ വിവിധ മേഖലകളിൽ വെള്ളപ്പൊക്കം ഉണ്ടായ പ്രദേശങ്ങളെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. ഇവിടെ ഉയരുന്ന ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. എല്ലാ കുറ്റവും ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരിനെ തലയ്ക്ക് വയ്ക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 കേരളം കണ്ട ഏറ്റവും ഒരു മഹാപ്രളയം ഉണ്ടായത്. 2018 ശേഷം 2026 വരെയും കേരളം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ സർക്കാർ തന്നെയായിരുന്നു. ക്യാപ്റ്റനാണ് പട നയിച്ചിരുന്നത്. പക്ഷേ ഇന്നേ വരെ ഇവർ പിന്നീട് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായാൽ അതിൻ്റെ ഒരു പ്രതിരോധ നടപടി സ്വീകരിക്കാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ മറുപടി പറയേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. നമ്മൾ ഈ ചില ഘട്ടങ്ങളിൽ നമ്മൾ പറയും, നമ്മൾ ഈ ദുരന്ത സമയത്ത് രാഷ്ട്രീയം പറയരുത് എന്ന് പറയും. പക്ഷേ ഇവർ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരിക്കലും അതൊരു രാഷ്ട്രീയം പറച്ചിലല്ല. പ്രത്യേകിച്ച് ഈ ഒരു ദുരന്ത സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാഷ്ട്രീയം പറയുന്നത് CPM ആണ്. അത് അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ഭരണമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഭരണം നഷ്ടപ്പെട്ടതിന്റെ കലി ഇപ്പോഴും അവർക്ക് തീർന്നിട്ടുണ്ട്. മാത്രമേ ഈ ഒരു സന്ദർഭത്തിൽ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന പല ലോജിക്കും, നമ്മൾ ഈ ഒരു സിനിമ ഡയലോഗ് ഉണ്ട്, വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, അതുകൊണ്ട് വെള്ളത്തിൽ തൊട്ട് എന്താ കറണ്ട് അടിക്കാത്ത എന്ന് ചോദിക്കുന്ന ലോജിക്കുണ്ട്. അത്തരത്തിലാണ് ഈ സൈബർ സഖാക്കളുടെ പലരുടെയും പോസ്റ്റുകൾ ഞാൻ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പം അതിനൊരു ഉദാഹരണം പറയാവുന്നത് ഞങ്ങളുടെ നാട്ടിൽ റാന്നി, അവിടെയാണ് ഈ നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അതെ, അവിടെ അതാണ് ഈ വെള്ളപ്പൊക്കം നല്ലപോലെ ബാധിച്ച ഒരു സ്ഥലം. അപ്പോൾ അവിടെ 2018 ഈ പ്രളയം ഉണ്ടായ സമയത്ത് അന്നും റാന്നി മുങ്ങിയിരുന്നു. അപ്പോൾ അന്നത്തെ MLA രാജു അബ്രഹാം ആയിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ ആദ്യം തുറന്ന് സമ്മതിച്ചിരുന്നു ഒരു വീഴ്ച പറ്റിയെന്നുള്ള. പിന്നീട് പാർട്ടി വിരട്ടിയപ്പോൾ അദ്ദേഹം തീരുമാനം മാറ്റിയെങ്കിലും അദ്ദേഹം അന്നത് തുറന്ന് സമ്മതിച്ചു. അപ്പോൾ ഈ സൈബർ സഖാക്കൾ ഈ വിഷയം അന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ അവർ CPM ഇന്ന് ഉയർത്തിക്കാട്ടുന്നത് ഇത്തരത്തിൽ അവരുടെ അന്നത്തെ വീഴ്ച ന്യായീകരിക്കാൻ കൂടി അവർ ഉണ്ട്. അപ്പോൾ ഈ ഒരു അന്നത്തെ അവരുടെ വീഴ്ച അവർ ഇപ്പോഴത്തെ ഈ സംഭവമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവർ ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് അന്നത്തെ സിറ്റുവേഷൻ അല്ല എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അന്നൊക്കെ നദികളിൽ കുറച്ചുകൂടി ആഴം ഉണ്ടായിരുന്നു, വെള്ളം കുറെ കൂടി സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നദികൾക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രളയത്തിന് ശേഷം നദികളിൽ പലയിടങ്ങളിലും മണൽ വന്ന് മൂടിയിട്ട് ഞങ്ങളുടെയൊക്കെ പല സ്ഥലങ്ങളിലും ഗ്രൗണ്ട് പോലാണ് നമ്മുടെ ഈ ഒരു സമയം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളം വലിഞ്ഞിട്ട് പല സ്ഥലങ്ങളും ഗ്രൗണ്ട് പോലെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ക്രമീകരണം നിലവിൽ നദികളിലില്ല. അപ്പോൾ ഈ മണൽ വാരാത്തതിൻ്റെതായിട്ടുള്ള ഒരു കുഴപ്പം നിലവിൽ നദികൾ. അതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഈ നദികളിൽ നിന്ന് മണൽ വരുന്നില്ല. പകരം നമ്മളെന്താണ് അവിടെ ചെയ്യുന്നത്? നമ്മൾ ഈ എംസാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഈ പാറക്കല്ല് പൊടിച്ച് ആ സാധനം കൊണ്ടുവന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുക. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് കഴിഞ്ഞ LDF സർക്കാരുകളുടെ കാലത്ത് ഈ മണൽ പോലെ നടന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ വലിയ തോതിൽ എംസാൻഡ് പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരുടെ ക്വാറി ഉടമകളുടെ സ്വാധീനം തന്നെയായിരിക്കാം. നമുക്ക് ഒരു കാര്യം നമ്മളിവിടെ മറക്കാതെ കേൾക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ അന്ന് മഹാപ്രളയം ഉണ്ടായപ്പം ദുരന്തം ഉണ്ടായ അതേ സ്ഥലങ്ങളിൽ തന്നെ ഇപ്പോൾ വീണ്ടും ഉണ്ടായിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്കന്ന് ചെയ്യാമായിരുന്നു. ആ സ്ഥലത്തിന് ഭൂപ്രകൃതി അനുസരിച്ചും അതിൻ്റെ വെള്ളം താങ്ങാനുള്ള ശേഷി, അങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങൾ, പുഴകളൊക്കെ ഉണ്ട്. ഒരു മുൻകരുതലും എടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളത്. എന്നിട്ട് എന്താണ്, ഇത് കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ചെയ്ത് അദ്ദേഹം കുടുംബാംഗങ്ങളെയും കൂട്ടി നേരെ പോയത് നെതർലൻഡ്സിലേക്കാണ്. ഡച്ച് മാതൃക റൂം ഫോർ റിവർ എന്നൊരു പദ്ധതി കൊണ്ടാണ് അത് നമ്മൾ എന്താണ് ഈ ഡച്ച് മാതൃക എന്നും കൂടി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. അപ്പം ഈ ഡച്ച് മാതൃക എന്ന് പറയുന്നത് അതായത് അവർ നെതർലാൻഡ് സ്വീകരിച്ച ഒരു നയമാണ്. അതായത് 1953 അവിടെ പ്രളയം ഉണ്ടായിട്ട് അവരുടെ ജീവിതത്തെ അത് ബാധിച്ചു. അന്ന് ആ പ്രളയം ഉണ്ടായപ്പോൾ അവർ സ്വീകരിച്ച നയമായിരുന്നു. അപ്പോൾ തുടർന്ന് അവർ ഒരു 40 വർഷം കൊണ്ട് ഒരു 9ഓളം ഡാം ഉണ്ടാക്കി ആ ഒരു പ്രതിസന്ധിയെ നേരിടാൻ അവർ ശ്രമിച്ചു. എന്നാൽ 92 പിന്നെയും പ്രളയം ഉണ്ടാവുകയും അവർ കുറച്ചും കൂടി അത് അവരുടെ നയമാക്കി തന്നെ അവർ മാറ്റിയെടുത്ത് പിന്നീടാണ് അവർ ഈ ഡച്ച് മാതൃക എന്ന രീതിയിലേക്ക് ഈ പറയുന്ന പദ്ധതിയിലേക്ക് എത്തുന്നത്. പിന്നീട് അവർ സ്വീകരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അത് സ്റ്റോർ ചെയ്ത്, അതായത് എത്തുന്ന വെള്ളം ഒഴുകാനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കി, അതുപോലെ കനാലുകളുടെ ആഴവും വീതിയും കൂട്ടി, അങ്ങനെ അത്തരത്തിലൊരു പ്രത്യേക എഞ്ചിനീയറിംഗ് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവർ സ്വീകരിച്ച ആ മാതൃകയാണ് ഡച്ച് മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോഴും എനിക്ക് ഉള്ള ഒരു സംശയം, കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി തന്നെയാണോ ഈ ഉള്ളത് എന്ന സംശയമുണ്ട്. രണ്ട് ഭൂപ്രകൃതി ആയിരിക്കാനാണ് സാധ്യത. മാത്രവുമല്ല, അന്ന് അവിടെ അംബാസഡർ ആയിരുന്ന ആൾ മലയാളിയായ വേണു രാജാമണിയായിരുന്നു.
അദ്ദേഹത്തിന് ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും നെതർലൻഡ്സിനെയും തമ്മിൽ വ്യത്യാസമൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരിക്കാം. പക്ഷേ ഈ മുഖ്യമന്ത്രിയും സംഘങ്ങളും കുടുംബാംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ അവിടെ പോയി ഇത്രയും വലിയൊരു പണം മുടക്കി പഠനം നടത്തിയിട്ട് ഇവരെന്ന് ആ കാര്യം ഇവിടെ നടപ്പിലാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല ഇവരങ്ങനെ ഒരു ചിന്തിച്ചതുപോലെ അതിനുള്ളൊരു പ്രപ്പോസൽ എവിടെയെങ്കിലും വെച്ചാൽ നമ്മൾ കേട്ടിട്ടില്ല. ഞാനാകെ ഇതിന്റെ വാർത്തയും തപ്പിയപ്പോൾ കണ്ടത് പിണറായി ഒരിടത്ത് നിന്ന് കുറെ കൈ ചൂണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു ഫോട്ടോ ഒരു വീഡിയോ അല്ലാതെ ഇതിന്റെ മറ്റ് യാതൊന്നും തന്നെ എവിടെയും കണ്ടിട്ടിരുന്നില്ല. അതിന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കാനകൾ വൃത്തിയാക്കാറുണ്ടോ? ഇല്ല. നമ്മളെന്ത് തലസ്ഥാനത്ത് എല്ലായിടത്തും ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് തദ്ദേശ ഭരണ വകുപ്പ് അതാത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പിന്നെ തമ്മിൽ ജലസേന വകുപ്പ് ഇവരും തമ്മിൽ തർക്കം നടക്കും. പലപ്പോഴും ജലസേന വകുപ്പാണ് വൃത്തിയാക്കേണ്ടത്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് വൃത്തിയാക്കേണ്ടത് എന്നുള്ള തർക്കം പലപ്പോഴും തിരുവനന്തപുരത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഒരുപക്ഷെ നിങ്ങളൊക്കെ തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് പണ്ട് ഞങ്ങളിവിടെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ഒരു ചെറിയ വെള്ളം മഴ പെയ്താൽ മതി ഇടുപ്പളവ് വെള്ളമായിരിക്കും. തമ്പാനൂർ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ കിഴക്കേക്കോട്ടയൊന്നും മനുഷ്യൻ നടക്കാൻ പറ്റില്ല, അത്ര വെള്ളമായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് കളക്ടറായിരുന്നത് ബിജു പ്രഭാകറാണ്. അദ്ദേഹം ഇതിനു വേണ്ടി ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കി. അദ്ദേഹം ഇതിൻ്റെ പണ്ട് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരുപാട് ഈ വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇത് പലതും നോക്കുമ്പോൾ അതിനെ അടച്ചിരിക്കുകയാണ് പലതും. ഇതൊക്കെ തന്നെ തിരുവനന്തപുരത്തെ പല വൻകിട വ്യവസായ സ്ഥാപനങ്ങളും കൈയിറങ്ങി, സ്വകാര്യ വ്യക്തികൾ കൈയിറങ്ങി അവരിതെല്ലാം അടച്ചു വെച്ചിട്ട് അവരുടെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ അവരെ സ്ഥാപനം നിർമ്മിക്കുകയൊക്കെ തന്നെ ചെയ്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ തോതിൽ എതിർപ്പുണ്ടായെങ്കിലും ബിജു പ്രഭാകരൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ അദ്ദേഹത്തെ കളക്ടർ സ്ഥാനത്ത് മാറ്റി. കാരണം നമുക്കറിയാം ഈ ഇവരുടെയൊക്കെ സ്വാധീനം അത്ര വലുതാണ്, ആര് ഭരിച്ചാലും അവരെ എല്ലാം സ്വാധീനിക്കാൻ കഴിവുള്ള ആളുകളാണ് തിരുവനന്തപുരത്തിന് ശ്രമിച്ചത്. പക്ഷേ ഇപ്പോഴും തിരുവനന്തപുരത്ത് വലിയ മഴ പെയ്യുമ്പോൾ അത്ര വലിയ പ്രശ്നം ഉണ്ടാകാറില്ല. നമ്മൾ പണ്ട് ഞങ്ങൾ രണ്ടും അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ട് ബിജു പ്രഭാകർ അത് ചെയ്തതുകൊണ്ട് നമ്മൾ കുറച്ചൊരു രക്ഷ വന്നിട്ടുണ്ട്, വലിയ പ്രശ്നം അപകടം ഉണ്ടാക്കാറില്ലെന്നാണ്. പക്ഷേ ഇത് ഈ വെള്ളപ്പൊക്കമുണ്ടായ മേഖലകളിൽ ഈ പറഞ്ഞതുപോലെ പത്തനംതിട്ട ജില്ലയിലും അതുപോലെ ഹൈറേഞ്ചിലൊക്കെ തന്നെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രവുമല്ല കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ പോകുന്നതിന് തൊട്ട് മുമ്പ് റെഡ് സോണിൽ പോലും ക്വാറി അനുവദിച്ചിട്ടുണ്ട്. ഞാനത് പത്തനംതിട്ട ജില്ലയിലെ ആകെ ക്വാറികളുടെ എണ്ണം ഒന്ന് പരിശോധിച്ചപ്പോൾ 423ഓളമാണ് സർക്കാരിന്റെ കണക്കും പ്രകാരം കാണിക്കുന്നത് ഒറ്റ ജില്ലയിൽ. അപ്പോൾ അത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാവാം, അതിലില്ലാത്ത എത്രയോ ക്വാറികൾ ഉണ്ടാകാം. ഉറപ്പല്ലേ? അല്ല, അപ്പോൾ അതങ്ങനെ നോക്കുമ്പോൾ ഇത് ഇവർ ഒന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇനി ഒരു മൂന്നാം സർക്കാർ ഞങ്ങൾ തന്നെ വരുമെന്ന്, അന്ന് വല്ല വെള്ളപ്പൊക്കം വന്നാൽ അത് അപ്പോഴും മാനേജ് ചെയ്യാമല്ലോ. മാത്രമല്ല ഇതിൻ്റെ പേരിൽ നടന്ന ക്രമക്കേടുകൾ പിരിവ് ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഈ സർക്കാരിൻ്റെ പേരിൽ കഴിഞ്ഞ പ്രളയ സർക്കാരിൻ്റെ പേരിൽ ഏറ്റവും അധികം ആരോപണങ്ങൾ ഉയർന്നൊരു കാര്യം കൂടിയായിരുന്നു ഈ മഹാപ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായ പല സംഭവങ്ങളും. അതിന് ഇവർ മറുപടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും അത് കേന്ദ്ര സഹായം ഞങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതായിരുന്നു. കേന്ദ്ര സഹായത്തിനെ മാത്രം ആശ്രയിച്ചൊരിക്കലും ഒരു സർക്കാർ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. കേരള സർക്കാർ എന്തുകൊണ്ട് ചെയ്തില്ല? 2018 സുഖമായിട്ട് ഇതെല്ലാം വെച്ച് കെട്ടി അങ്ങ് ഉറങ്ങി, പിണറായി സംഘം കിടന്നുറങ്ങി. പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ പോയി. ഇപ്പോൾ മൂന്നാം പിണറായി സർക്കാരായിരുന്നെങ്കിൽ അടുത്ത ആഴ്ച വീണ്ടും നെതർലൻഡ്സിൽ പോയെങ്കിൽ ഇതുപോലെ വേറെ വല്ല രാജ്യത്ത് ഇതുപോലെ വല്ല പദ്ധതി ഉണ്ടെന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു. മുഖ്യമന്ത്രി പേരക്കുട്ടിയെല്ലാം കൂടെ അവിടെ പോയി ഒന്ന് കറങ്ങി അടി തിരിച്ചു വന്ന് അതിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഈ വിദേശത്ത് പോയി ഇതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കാൻ നടക്കുന്നു. അപ്പം യു.ഡി.എഫിനെ വിമർശിക്കുകയാണെങ്കിൽ തന്നെ ഇവർ ആദ്യം സ്വയം വിമർശനം നടത്തണം. കാരണം ഇവർ അവകാശപ്പെട്ട ഈ പറയുന്ന രീതിയിലുള്ള മുൻകരുതൽ നടപടികൾ എവിടെ? അവർ പറയുന്നത് ഞങ്ങൾ അന്ന് LDF ഡാമുകൾ തുറന്നു വിട്ടു എന്നുള്ള ആരോപണം. ഇപ്പോൾ നിങ്ങളുടെ ഡാം തുറന്നു വിട്ടെന്ന് ഇവർ പറയുന്നുണ്ട്. ഇവർ അങ്ങനെയല്ല, നിങ്ങൾ പണ്ട് റിപ്പയർ ചെയ്ത പല ഡാമുകളും തുറന്നു കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതും അപകടകരമായ കാര്യമാണ്. ചെളി വന്നടിഞ്ഞ് പല ഡാമുകളും ആ ഷട്ടറുകൾ തുറന്നു കിടക്കുകയാണെന്നാണ്, അത് സ്റ്റക്കായിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊന്നും ഒരു പരിഹാരവും കാണാതെ ഇവരെന്താണ് കഴിഞ്ഞ ഇതിന് ശേഷം 2018 ശേഷം 8 വർഷം എന്ത് ചെയ്യുകയായിരുന്നു അന്നത്തെ സർക്കാരും ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളെന്ന് വെച്ചാൽ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇവർ സൈബർ സഖാക്കളുടെ വാഴ്ത്തുപാട്ടിലങ്ങ് അഭിരമിച്ചു, അതിലങ്ങ് സുഖിച്ച് അവരെ തൃപ്തി അടഞ്ഞു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇതിന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ കേന്ദ്ര വിഹിതത്തിനെ ഇവർ കുറ്റം പറയുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കളമശ്ശേരിയിലെ ഇവരുടെ LDFന്റെ ഒരു നേതാവിനെ സാക്കിർ ഹുസൈൻ, അദ്ദേഹത്തിനെതിരെ എന്തായിരുന്നു ആരോപണം ഉയർന്നത്? പ്രളയ ഫണ്ട് കൈയിട്ട് വാരിയതിന്റെ പേരിലായിരുന്നു. ഒരാൾ മാത്രം. ഇതുപോലെ കിട്ടുന്ന അവസരം ഇവരുടെ സ്വന്തം നേട്ടത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഞെട്ടിക്കുന്ന വാർത്തകൾ രക്തസാക്ഷി ഫണ്ടിൽ മുഴുവൻ കൈയിട്ട് വാരിയിട്ടുണ്ട്. പണ്ട് മുതലേ രക്തസാക്ഷി ഫണ്ട് കൈയിട്ട് വാരലായിരുന്നു നടന്നതെന്നല്ലേ പറഞ്ഞു. എന്തിനേറെ പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പോലീസ് സ്മാരകം ഉണ്ടാക്കാൻ പറഞ്ഞ് കൈയിട്ട് വാരുന്നില്ലേ പറഞ്ഞു കണ്ണൂരിൽ. അവരാണ് ഇപ്പോൾ ഈ പിണറായി വിജയനെ ഞങ്ങൾ രക്ഷകനായിട്ട് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പിന്നെ ഹെലികോപ്റ്റർ കയറി പോയി അതിന് അമ്മായിച്ചനെ കാണാൻ പോയി, അതുപോലെ ലീഗ് അതിൻ്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോയി എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ നിലവാരമില്ലാത്ത കാര്യങ്ങളാണ്.
മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കൊച്ചിയിൽ ഹെലികോപ്റ്ററിൽ പോയത് ഒരു ഇൻവെസ്റ്റേഴ്സുമായിട്ട് ചർച്ചയ്ക്കാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണെന്ന കാര്യം അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഒരു പക്ഷേ വെളിപ്പെടുത്താത്തതിൻ്റെ കാരണം ടാറ്റ കമ്പനിയായി ബന്ധപ്പെട്ടാന്ന് ഉയർന്ന വിവാദങ്ങളായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി വെളിപ്പെടുത്തുമായിരിക്കും. പക്ഷേ ഈ ഭക്ഷണം കഴിക്കണതിന് നമ്മൾ ഏർപ്പിടിക്കേണ്ടതില്ല. അങ്ങനെ പിണറായി വിജയൻ ഭക്ഷണം കഴിക്കാതിരുന്നുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ടത്. ഭക്ഷണം കഴിച്ചു. എല്ലാത്തിനേക്കാൾ ഉപരി ഇപ്പോൾ ഈ പ്രളയം ഉണ്ടായപ്പോൾ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ പ്രതിസന്ധിക്ക് അവർ പറഞ്ഞിരുന്ന മുൻകരുതൽ നടപടി എവിടെ എന്ന് ചോദിച്ചാൽ അതാണ് ഇവർ പറഞ്ഞത് ഞങ്ങളെല്ലാം മുൻകരുതലും എടുത്തിരുന്നു, ഞങ്ങളെല്ലാം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ ഇതുപോലെ വന്ന് വെള്ളം വെച്ച ഒരു അന്തം കമ്മി പ്രതിനിധിയുടെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വിശദീകരിക്കാമെന്ന് ചോദിച്ചപ്പോൾ വിശദീകരിക്കാമെന്ന് ഞങ്ങളെല്ലാം ചെയ്തു, ഞങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ റൂം ഫോർ റിവർ എന്തായി, മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും കൂടെ അവിടെ പോയിരുന്നില്ല, നെതർലൻഡ്സിൽ പോയി കാര്യങ്ങളൊക്കെ ശരിയാക്കിയിരുന്നില്ല, അതെന്താണെന്ന് വെച്ചാൽ അതിനൊന്നും ഉത്തരവില്ല. അതൊക്കെ നമ്മളിവിടെ കാര്യങ്ങൾ ഫലപ്രദം നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രധാനമായും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നൊരു കാര്യം, ഈ LDF സർക്കാരിൻ്റെ കാലത്ത് വകുപ്പുകൾ തമ്മിൽ യാതൊരു ഏകോപനവും ഇല്ലായിരുന്നു, ഒരു ഏകോപനവും ഇല്ലായിരുന്നു. മുഖ്യമന്ത്രി അദ്ദേഹം രാജാവാണ്, അദ്ദേഹത്തിന് തോന്നുകയൊക്കെ ചെയ്യും, മാത്രം അദ്ദേഹത്തിന് ഒന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഈ ഉദ്യോഗസ്ഥന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ B ശശിയൊക്കെ പോലുള്ള ആൾ അവിടെ ഇരുന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ തീരുമാനം എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും. ഇതൊന്നും പിണറായി അറിഞ്ഞിട്ടില്ല. ഇവിടെ എന്താണ് നമ്മളെ നാട്ടിൽ നടക്കുന്നത്, നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്, ഇതൊന്നും അറിയാതെ ഈ സ്വന്തം കച്ചവടങ്ങൾ മാത്രം നോക്കി അതിനെ മാത്രം ആശ്രയിച്ച് ഞങ്ങൾക്കെന്ത് ലാഭം, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് മാത്രം ചിന്തിച്ച് തന്നെയാണ് ഭരണം നടത്തിയിരുന്നത്. അതിൻ്റെ ദോഷഫലം, അതിൻ്റെ പരിണതഫലം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ VD സതീശന് നേരെ വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 3 അവരെ നേരെ ചൂണ്ടുകയാണ്. കാരണം അതിൻ്റെ അടിസ്ഥാന ഉത്തരവാദികൾ സതീശൻ വന്ന് 2 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ ഈ സർക്കാർ വന്നിട്ട്. മുഖ്യമന്ത്രി ഏതായാലും ഇന്ന് അവിടെ പോകുന്നുണ്ട്. അദ്ദേഹം അവിടെ പോയതിന് ശേഷം എന്തൊക്കെയാണ് അദ്ദേഹം അവിടെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്, ഒരു വർഷം മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ധനസഹായം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മയത്തിൽ പുനരധിവാസമോ ഒക്കെ കാര്യങ്ങൾ അദ്ദേഹം പ്രഖ്യാപിക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, 8 വർഷം ഇവർ കളഞ്ഞു. ഇനിയുള്ള VD സതീശൻ സർക്കാരെങ്കിലും ഇതിൻ്റെ ശാശ്വത പരിഹാരം കണ്ടുപിടിക്കുകയും ഈ പുഴയിലെ മണൽ വാരാനും അണക്കെട്ടിൽ ഇതേപോലെ ചെളിയ മണൽ കെട്ടി കിടക്കുന്നുണ്ട് അത് വാരി മാറ്റാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ നടത്തണം. അല്ലാതെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയേണ്ട ഒരു അവസ്ഥയല്ല. ഇത് മനുഷ്യൻ്റെ ജീവനാണിത്. എത്രയോ പേര് കൊച്ചു കുട്ടികൾ പോലും മരിച്ചു എന്നുള്ളത് നമ്മളെ ശരിക്കും അത് വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ 8 വർഷം സുഖമായി കിടന്നങ്ങ് ഉറങ്ങി എണീറ്റ് ഇപ്പം നോക്കുമ്പോൾ അടുത്ത വെള്ളപ്പൊക്കം വന്നേക്കണം. എന്നാൽ ഞങ്ങളല്ല ഭരണം ഇടക്കാലം വരെ ഇപ്പോഴും ഭരിക്കുന്നത് നമ്മളാണ്. തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു. തെറ്റിദ്ധാരണ മാറിയ സമയത്ത് ഒരുപക്ഷെ അവര് ഇപ്പൊ ഭരണത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ അതിനുള്ള ക്യാപ്സൂൾ തയ്യാറാക്കിയത്. കോൺഗ്രസ് ആയിരുന്നു ഇതേപോലെ ഒരു ആരോപണം ഉന്നയിക്കുന്നെങ്കിൽ അവർ പറയും അയ്യോ ദുരന്ത സമയത്ത് പ്രതിപക്ഷം രാഷ്ട്രീയം പറയുന്നേ എന്ന് പറഞ്ഞ് അവർ നിലവിളിക്കായിരിക്കും ചെയ്യുക.